ജോസിലേക്ക് കൂടി പോവുകയാണ്. ഇടുക്കിയിൽ നിന്ന് ജോസിലും നമ്മളോടൊപ്പം ചേരുകയാണ്. ഇടുക്കി മലയോര ജില്ലയാണ്. മഴയിൽ ഏറ്റവും സൂക്ഷിക്കേണ്ട, ജാഗ്രതപ്പെടേണ്ട ജില്ലകളിൽ ഒന്നുകൂടിയാണ്. ജോസിൽ, എന്താണ് ഇടുക്കിയിലെ ഇന്നത്തെ സാഹചര്യം? ഏത് തരത്തിലുള്ള അലർട്ടാണ് ഇന്നിപ്പോൾ നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്? ഒപ്പം തന്നെ ഡാമുകളുമായി ബന്ധപ്പെട്ട ഒരു ഡാമിന്റെ മുന്നിലാണ് നിൽക്കുന്നതല്ലേ, ഡാമുകളുമായി ബന്ധപ്പെട്ട ജലനിരപ്പ് ഏത് തരത്തിലാണ് ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് മലങ്കര ഡാമിന്റെ ഫ്രണ്ടാണിത്. തീർച്ചയായിട്ടും മനു, ഞാനിപ്പോൾ മലങ്കര ഡാമിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഇത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു വീഴ്ചയെക്കുറിച്ച് കൂടിയാണ്. കാരണം കല്ലാർകുട്ടി ഡാം തുറന്നു എന്നുള്ള കാര്യം മാത്രമാണ് നിലവിൽ ഈ സർക്കാർ തലത്തിൽ, അതായത് ഉദ്യോഗസ്ഥ തലത്തിൽ PRD വഴി നമ്മൾക്ക് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നു. എന്നാൽ നമ്മളിപ്പോൾ വന്ന് നോക്കുമ്പോൾ ഈ മലങ്കര ഡാമിന്റെ 6 ഷട്ടറുകളിൽ 5 എണ്ണവും ഇപ്പോൾ തുറന്നിരിക്കുന്ന അവസ്ഥയാണ്. അത് ഉള്ളത് ഇപ്പോൾ തൊടുപുഴ ആറിൻ്റെയും അതുപോലെ തന്നെ മൂവാറ്റുപുഴ ആറിൻ്റെയും ഈ ജലനിരപ്പ് ഉയരുന്നതിന് ഇത് കാരണമാകും. ഇത് ഇത്തരത്തിൽ അറിയിപ്പില്ലാതെ ഈ ഡാം തുറന്നിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് എന്നുള്ളത് ഇത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള കൃത്യമായ ഒരു വീഴ്ചയാണ് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുന്നതിൽ വ്യസനമുണ്ട് എന്നുള്ള കാര്യം പറയുകയാണ്. കാരണം ഈ തൊടുപുഴ ആറിൻ്റെ തീരങ്ങളിൽ താമസിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ഈ മൂവാറ്റുപുഴ ആറിൻ്റെ തീരങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിൽ ഇന്നലെ ഏതായാലും ഇത്രയും ഷട്ടറുകൾ തുറന്നിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. ഇന്നാണ് ഇത്രയും ഷട്ടറുകൾ ഉയർന്നത്. താരതമ്യേന ചെറിയൊരു ഡാമാണ്. ഈ ഇടുക്കി അണക്കെട്ടിലെ അവിടുന്ന് മൂലമറ്റത്ത് പവർ ഹൗസിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം വരുന്ന വെള്ളം കളക്ട് ചെയ്ത് അതിനുശേഷം ഈ മൂവാറ്റുപുഴ ഭാഗത്തെ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ ഈ മലങ്കര ഡാം ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, ചെറിയ രീതിയിൽ വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ മുന്നറിയിപ്പില്ലാതെ ഈ ഡാം തുറന്നിരിക്കുന്നു. ഈ കല്ലാർകുട്ടി ഡാം മാത്രമാണ് തുറന്നിരിക്കുന്നത് എന്നുള്ളതാണ് അറിയിപ്പ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ മലങ്കര ഡാമിൻ്റെ 5 ഷട്ടർ, 6ൽ 5 ഷട്ടറുകളും ഇപ്പോൾ നിലവിൽ തുറന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം പറയാനുള്ളത്. ഒപ്പം തന്നെ ഈ ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മഴയുമായി ബന്ധപ്പെട്ട് ഈ കാറ്റുവീഴ്ചയിൽ, അതായത് മരങ്ങൾ വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക് പോസ്റ്റുകൾ നിരവധി ഒടിഞ്ഞിട്ടുണ്ട്. ഇന്നലെ രാത്രിയിൽ മുറിഞ്ഞപുഴ കടുവാപ്പാറയ്ക്ക് സമീപം റോഡിലേക്ക് കല്ലും മണ്ണും പതിച്ചുകൊണ്ട് ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അവിടെ അത് ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടി ജില്ലാ ഭരണകൂടം ഇടപെട്ട് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാമ്പാടുംപാറ എസ്റ്റേറ്റിൽ മരം വീണ് ഒരു അതിഥി തൊഴിലാളിക്ക്, ഒരു സ്ത്രീക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അതുപോലെ നെടുങ്കണ്ടം മയിലാടുംപാറയിൽ ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് മരം വീണ് ഒരാൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഈ നിരവധി സ്ഥലങ്ങളിൽ, അതായത് ജില്ലാ ഭരണകൂടം കൃത്യമായി എല്ലാ മുൻകരുതലും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയിൽ കൃത്യമായ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് ജില്ലാ ഭരണകൂടം. പക്ഷേ ഈ കാര്യത്തിൽ ഈ ഡാം തുറന്നത്, മലങ്കര ഡാം തുറന്നത് സംബന്ധിച്ച് അറിയിപ്പ് നൽകാത്തത് ഗുരുതരമായ വീഴ്ച തന്നെയാണ് മനു. തീർച്ചയായും ഒന്നാമത് ഈ മഴയുടെ ഒരു വിഷമം പിടിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. അതിനിടയിൽ ഈ രീതിയിൽ മുന്നറിയിപ്പുകൾ നൽകാതെ ഡാമുകൾ തുറക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ വളരെ ഒരു മോശം സമീപനമാണ്. ഉദ്യോഗസ്ഥർ തീർച്ചയായും തിരുത്തേണ്ടത് തന്നെയാണ്. സർക്കാർ അത് വളരെയേറെ ശ്രദ്ധിക്കുമെന്ന് ഞാൻ കരുതുന്നു. കാരണം അറിയാം, ഇപ്പോൾ ജോസിൽ പറഞ്ഞതുപോലെ മൂവാറ്റുപുഴ ആറിൻ്റെ തീരത്തേക്കാണ് ഈ വെള്ളം ചെല്ലുന്നത്. മൂവാറ്റുപുഴ, തൊടുപുഴ പുഴകളിലേക്കാണ് ഇത് ചെല്ലുക. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ തീരത്ത് ജലനിരപ്പ് ഉയരും. ആളുകൾക്ക് അത് ആശങ്ക ഉളവാക്കും. ഇതൊക്കെ നേരത്തെ മുന്നറിയിപ്പ് നൽകേണ്ട ഒരു സാഹചര്യമാണ്. അത് നൽകിയിട്ടില്ല എന്നാണ് ജോസിൽ പറയുന്നത്. അങ്ങനെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ അത് ഏറ്റവും ഗൗരവത്തോടെ തന്നെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം കൂടിയാണ്. ആ തരത്തിൽ സർക്കാർ ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജോസിൽ, ഒരു കാര്യം കൂടി, മലയോര മേഖല ഏറെയുള്ള ജില്ലയാണ് ഇടുക്കി എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ മണ്ണിടിച്ചിലടക്കമുള്ള എല്ലാ കാര്യങ്ങളെയും മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ പ്രതിരോധ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. അതെങ്ങനെയാണ് ജില്ലാ ഭരണകൂടം ആസൂത്രണം ചെയ്തിരിക്കുന്നത്? ഒപ്പം തന്നെ രാത്രി യാത്ര പോലെ വിലക്കുകളോ നിയന്ത്രണങ്ങളോ ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? മനു, ജില്ലാ ഭരണകൂടം എല്ലാ തരത്തിലുള്ള മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാത്രി കാലങ്ങളിൽ സഞ്ചാര നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ജലാശയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിനോദസഞ്ചാരങ്ങൾ, അതായത് കയാക്കിങ്, അതുപോലെ തന്നെ കൊട്ടവഞ്ചി സവാരി അടക്കമുള്ള ഈ ജലാശയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിനോദങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും അടിയന്തര സാഹചര്യമുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇന്ന് വിവിധ ഭാഗങ്ങളിൽ, ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇലക്ട്രിക് പോസ്റ്റുകൾ കാര്യങ്ങളെല്ലാം ഒടിഞ്ഞു വീണിട്ടുണ്ട്, മരങ്ങൾ വീണിട്ടുണ്ട്. ആ സമയത്ത് തന്നെ, അതായത് ഫയർഫോഴ്സിൻ്റെ കീഴിലുള്ള സിവിൽ ഡിഫൻസ് ഫോഴ്സിൻ്റെയും എല്ലാ നേതൃത്വത്തിൽ അപ്പോൾ തന്നെ അത് ക്ലിയർ ചെയ്യുന്നതിനുള്ള നടപടികളെല്ലാം വളരെ വേഗം ജില്ലാ ഭരണകൂടം ചെയ്യുന്നുണ്ട്. ആ കാര്യത്തിലെല്ലാം ഈ ജില്ലാ ഭരണകൂടം വളരെ ഉത്തരവാദിത്തത്തോടു തന്നെയാണ് ഇടുക്കി ജില്ലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മനു.